ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ഈ നീതിപീഠത്തിൻ്റെ മുന്നിൽ നമുക്ക് കിട്ടിയ ഒരു അവഗണന എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കാണുന്നത്. എൻ്റെ മകനെ ഹോൾ ടിക്കറ്റ് അൽമാരയിൽ വെച്ച് ഇന്ന് അണിഞ്ഞൊരുങ്ങി മകനാണ്. അത് കാണുമ്പോൾ ഏതൊരു രക്ഷിതാവിനും നെഞ്ചി പൊട്ടു. സ്വന്തം സ്നേഹിതനാണ് ഇവൻ ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ, സ്വന്തം സ്നേഹിതനാണ്. കഴിഞ്ഞ ഫോട്ടോ ഇന്നലെ രാത്രി ഞാൻ കണ്ടു. ഇവര് ഇഷാത്ത് പബ്ലിക് സ്കൂളിൽ പഠിച്ച ഫോട്ടോ കണ്ട സമയത്ത് എൻ്റെ നെഞ്ഞ് പൊട്ടിപ്പോയി. എൻ്റെ വീട്ടിൽ വന്നു, ചായ കുടിച്ചു, സൽക്കാരം കഴിഞ്ഞ് പോയ കുട്ടി ഇന്ന് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വലുതായി വന്നപ്പോൾ ഒരു എന്താ പറയുക, ഒരു കൊലയാളിയായി മാറുക ചെയ്യുന്നു. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ ടി വി കാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാ കാണുന്നത്. ആ ഉപ്പയുടെ വാക്കുകൾ കേട്ടില്ലേ? എത്ര നിസ്സഹായാവസ്ഥയാണ്. ശരിക്കും പറഞ്ഞ അവരുടെ വീട്ടിൽ വന്നിരുന്ന്, വീട്ടിലുള്ളവരുമായിട്ടെല്ലാം വന്നിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഷഹബാസിനെ വിളിച്ചു കൊണ്ടുപോയി. അതായത് ഇവർക്ക് എല്ലാം അറിയാവുന്ന ഷഹബാസിന്റെ വീട്ടിൽ എപ്പോഴും വരുന്ന ഒരുത്തനാണ് ഷഹബാസിനെ വിളിച്ചു കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തത്. വീട്ടിൽ വന്നിരുന്ന് ചായയും കുടിച്ചിട്ടാണ് ഇവൻ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയത് ഷഹബാസിനെ. എന്തായാലും ആ ഉപ്പയുടെ ഉമ്മയുടെ നിസ്സഹായ അവസ്ഥ, ആ കണ്ണീര് ഒരിക്കലും വറ്റാൻ പോകുന്നില്ല. അവരുടെ മൂത്ത മകനാണ്, അവരുടെ ഏക പ്രതീക്ഷയാണ്. ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ്. 15 വയസ്സുകാരൻ ഈ ഒരു ഷഹബാസിനെ ഈ കൊടും ക്രൂരത ചെയ്ത് ഇവന്മാരെ പരീക്ഷ എഴുതാൻ സമ്മതിക്കരുതായിരുന്നു. അവന്റെയൊക്കെ വീട്ടില് ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം പ്രതിഷേധങ്ങൾ ഇപ്പൊ കണ്ടേനെ. ആ ന്യൂസ് കണ്ടതോടെ നമ്മള് ഭാര്യയും ഞാനും വളരെയേറെ ഒന്നുകൂടി ഡൗൺ ആയതാണ്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷെ തന്നെ ഒരു നീതി കിട്ടും. അതും നഷ്ടപ്പെട്ട ഒരു കണ്ടീഷനാണ് കാണുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ഈ വർഷമല്ല അടുത്ത വർഷം ഒരു എക്സാം എഴുതിക്കോട്ടെ, കുഴപ്പമില്ല, എന്നാലും കുറച്ചൊക്കെ നമ്മൾ സമാധാനിക്കാം. ഇതല്ല, ഈ നീതിപീഠത്തിൻ്റെ മുന്നിൽ നമുക്ക് കിട്ടിയ ഒരു അവഗണന എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കാണുന്നത്. ഇനിയും മുന്നോട്ട് തുടർന്ന് എങ്ങനെയാവും എന്താവും ഒന്നും പറയാൻ പറ്റില്ല. വലിയ പ്രതിഷേധമാണ് അവിടെ വരുന്നത്. എന്ത് പ്രതിഷേധമായി കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷ ഒരുക്കി അവർ പരീക്ഷ എക്സാം എഴുതാൻ പോവുക. എൻ്റെ മകന് ഹോൾ ടിക്കറ്റ് അൽമാരയിൽ വെച്ച് ഇന്ന് അണിഞ്ഞൊരുങ്ങി മകനാണ്. അത് കാണുമ്പോൾ ഏതൊരു രക്ഷിതാവിനും നെഞ്ചി പൊട്ടു. ഇന്ന് ഈ ആവർത്തനം നടന്നതുകൊണ്ട് ഇനി ഇതിലും വലിയ കുറ്റകൃത്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിന് ഒരു തടയിടാൻ വേണ്ടി ഈ വർഷം അവരെ എഴുതണ്ട, ഇതായി സസ്പെൻഷൻ ആയതുകൊണ്ട് അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമാവുമായിരുന്നു. ഇതല്ല, കുറ്റം ചെയ്തു കഴിഞ്ഞാലും കൊലയാളിയായാലും അതിന് സപ്പോർട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷിതാക്കളിൽ ചിലരെ കേസിൽ പ്രതി ചേർക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ട് എന്ന് പറയുന്നു. അതിന് എന്തെങ്കിലും വിവരമുണ്ടോ? തീർച്ചയായിട്ടും മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ, പല ആളുകളിലും കൊട്ടേഷൻ സംഘവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ പ്രതിയുടെ മകനാണ് എന്നറിഞ്ഞിട്ട് പോലും ഇവർ ഇന്ന് എക്സാം എഴുതാൻ ഇത്ര ഇത് കാണിക്കണമെങ്കിൽ ഇതിലെന്താണ് അർത്ഥം എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിഷ്പക്ഷമായിട്ട് തന്നെ ഉള്ള ഒരു ഇതാണ്. മറ്റു ജനങ്ങളായി കഴിഞ്ഞാലും പേരൻസ് ആയി കഴിഞ്ഞാലും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കേസാണ്. എൻ്റെ ഒരു കുട്ടി ഇന്ന് പോയി, നാളെ മറ്റൊരു കുട്ടിക്ക് ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഇത് പറയുന്നത്. ഇന്ന് ഇവർ ആ ആയുധം കൊണ്ട് ചെയ്തു, നാളെ അവർ കോളേജ് തലത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർ തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കില്ല എന്നെന്താ ഉറപ്പുള്ളത്? തീർച്ചയായിട്ടും ചെയ്യും അവർ. ഇത്ര ചെയ്ത് അവർക്ക് നാളെ തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുക ചെയ്യുന്നത്. അത് നമ്മൾ രാഷ്ട്രീയ ഭേദമന്യേ ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ്. ഇപ്പം ജനങ്ങൾ മൊത്തം ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും കുറേ മുന്നേ ചെയ്യേണ്ട കേസാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നടന്ന സംഭവമുണ്ട്. അതൊന്നും ആരും കണ്ടില്ല, അന്ന് വാണിംഗ് കൊടുത്തിട്ടില്ല. കുറങ്ങാട് സ്കൂളിൽ PTA കമ്മിറ്റിയിലും മറ്റുള്ള കമ്മിറ്റിയൊക്കെ കമ്പായിട്ട് പോയിട്ട് ഇവർ സ്വാധീനം ചെലുത്തിയത് കൊണ്ട് ആരും ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത് ഓരോ രക്ഷിതാവിൻ്റെ മുന്നിലെത്തുന്ന സമയത്താണ് വേദന അറിയുന്നത്. ഇത് ഇത്ര ഒരു വിഷമം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിലൊരു പ്രതിയാണെങ്കിൽ നമുക്ക് പറയാൻ വരുന്ന അവൻ അതിന് പോയിട്ടല്ലേ, അത് കുഴപ്പമില്ല. പക്ഷേ അത് കാരണം ഒന്നുമില്ലാത്ത നിരപരാധിയായ ഒരു കുട്ടി അങ്ങനത്തെ ഒരു സംഭവ സ്ഥലത്ത് സ്വന്തം സ്നേഹിതനാണ് ഇവൻ ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ, സ്വന്തം സ്നേഹിതനാണ്. കഴിഞ്ഞ ഫോട്ടോ ഇന്നലെ രാത്രി ഞാൻ കണ്ടു. ഇവർ ഇഷാത്ത് പബ്ലിക് സ്കൂളിൽ പഠിച്ച ഫോട്ടോ കണ്ട സമയത്ത് എൻ്റെ നെഞ്ഞ് പൊട്ടിപ്പോയി. എൻ്റെ വീട്ടിൽ വന്നു, ചായ കുടിച്ചു, സൽക്കാരം കഴിഞ്ഞ് പോയ കുട്ടി ഇന്ന് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വലുതായി വന്നപ്പോൾ എന്താ പറയുക, ഒരു കൊലയാളിയായി മാറുക ചെയ്യുന്നു. അത് സമൂഹം, അതായത് അവൻ്റെ പേരൻസ് ബാക്കിയുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ സാഹചര്യം ഒരുക്കി കൊടുത്ത്
അത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വർഷം അവർ എക്സാം എഴുതണ്ട എന്നെ ഒരു അഭിപ്രായം പറഞ്ഞു. അത് എങ്ങനെ ആയിക്കഴിഞ്ഞാലും ആക്ട് പ്രയോഗിച്ച് ഗവൺമെൻറ്റിനായി കഴിഞ്ഞാലും കോർട്ടിൽ കേസ് വാദിച്ച് ചെയ്യാമായിരുന്നു. പക്ഷേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു വേദന, ഒരു മുറിവായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട കോടതിയും ജുഡീഷ്യറിയും ഗവൺമെൻറ്റും ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞ്, അതുകൊണ്ട് നീതിപീഠത്തിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും നീതി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിരവധി നേതാക്കളാണ് ഇങ്ങോട്ട് വരുന്നത്. അവരെന്താണ് ഇക്കാരോട് പറയുന്നത്? അവർ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുള്ള പൊതുപ്രവർത്തകരും ഒക്കെ പറയുന്നത് ഇത് ഇനി മറ്റൊരു രക്ഷിതാവിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇത് ചെറിയ കുട്ടികൾ തലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പം 16 വയസ്സായ 15 വയസ്സായ നാളെ 10 വയസ്സായ കുട്ടികളിലേക്കാണ് ഈ വിഷം പോകുന്നത്. ലഹരി. ഇതിനിടയിൽ ഒരു ടീച്ചറിന്റെ പ്രതിഷേധം കാണാനിടയായി. നമ്മുടെ നാട്ടിലെ നിയമം ശരിയല്ല, ഒട്ടും ശരിയല്ല. അവനവന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ അതിന്റെ ആ ഒരു ആഘാതം എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. ഇവന്മാരെയൊക്കെ പരീക്ഷ എഴുതിച്ചത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. ഓരോ മലയാളികളും പറയാൻ ആഗ്രഹിച്ചതാണ് ആ ടീച്ചർ വന്ന് പറഞ്ഞത്. അതൊന്ന് കേട്ടു നോക്കാം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ TV കാണുന്ന മുഴുവനും? എന്തൊരു സങ്കടമാ കാണുന്നേ. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടത്തുന്നവരാണ് ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈ വെട്ടണം, കാല് വെട്ടണം, അല്ലെ ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകുമ്പോ ഞാൻ പോയത് താമരശ്ശേരി ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കത്തെ ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്. 15 ബാല നിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ. അർഹതപ്പെട്ട കടി കൊടുത്ത് തന്നെ വളർത്തണം. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല, തെറ്റാണ്. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ വളർത്തണം. എന്റെ പേര് രാമേന്ദ്രകുറുപ്പ്. പ്രതികരിക്കാൻ തന്നെ വന്നാൽ ടിവിയുടെ മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വന്നതാണ്. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? ആരെയും പിടിച്ച് ജയിലിലാക്കിയിട്ടോ ചില ചെറുപ്പക്കാർ പിള്ളേർ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുചേർത്തില്ല. ഒരു രാഷ്ട്രത്തിലും ഒരു മതത്തിലും ഇല്ല. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? അത്രയാണ് എനിക്ക് പറയാൻ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കണ്ണീരാണ് കുട്ടി. എന്റെ കുട്ടിയാന്ന് ഞാൻ കരയൂലേ? എന്റെ കുട്ടിയാന്ന് ഞാൻ സമ്മതിക്കോ? അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാ. ഇത് ശരിയല്ല. ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ. ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. അത്ര ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യത്തിൽ ഈ നമ്മുടെ നിയമം നടപ്പാക്കിയ നീതി അതൊരിക്കലും ശരിയായ ഒരു നീതി അല്ല നടപ്പാക്കിയത്. അവന്മാര് പരീക്ഷ എഴുതിക്കരുതായിരുന്നു. കോടതി ഉത്തരവിട്ടതാണ് പരീക്ഷ എഴുതിക്കണമെന്ന്. പക്ഷെ അത് എഴുതിക്കാൻ പാടില്ലായിരുന്നു. ഇവന്മാരൊക്കെ പഠിച്ച് എന്തേലും ഈ സമൂഹത്തിന്, ഈ കൊലയാളികൾ എന്ത് മാതൃകയാ കൊടുക്കുന്നത്, എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇവന്മാരൊന്നും പരീക്ഷ എഴുതിക്കരുതായിരുന്നു. ഇവന്മാരെ ജീവിതകാലം മൊത്തം ഒന്നെങ്കിൽ അവിടെ നരകിച്ച് തന്നെ കിടക്കണമായിരുന്നു. ഒരു കുട്ടിയെ നിഷ്കരണം, ഒരു ദയയില്ലാതെ ഇടിച്ച് തലയോട്ടി പൊട്ടിച്ച് അത്രയ്ക്ക് ക്രൂരമർദ്ദനം നടത്തിയാണ് ഇവന്മാര് ജയിലിൽ പോയി കിടക്കുന്നത്. എന്നിട്ട് അവന്മാരെ ജുവനൈൽ ഹോമിൽ വെച്ചിട്ട് പരീക്ഷ എഴുതിക്കുന്നു. എന്തായാലും നല്ല നിയമവും